ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം പാരായണം ഏകദേശം 800 ദിവസങ്ങളോളം തുടർച്ചയായി നടത്തിയതിൻ്റെ ബാക്കിയായിട്ട് വായിച്ച് സമർപ്പിച്ച ശേഷം അതേക്കുറിച്ചുള്ള പഠന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു വരികയാണിപ്പോൾ. അത് 3-ാം ദിവസമാണിന്ന്. ഇതേക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ചും ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ വിവരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന്, മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നാണിപ്പോൾ നമ്മൾ ഇത് തിരഞ്ഞെടുത്ത് വായിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. സ്വാമി ഭൂദേശാനന്ദജി മഹാരാജ് ബംഗാളിയിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര പിന്നീട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ശ്രീരാമകൃഷ്ണ ആനീസ് ഗോസ്പൽ എന്നുള്ള പേരിലാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠന വിധേയമാക്കുന്നത്. അത് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന ഗ്രന്ഥം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഉൾക്കാഴ്ച നൽകുന്നതാണ്. അതുകൊണ്ടാണത് ആ ഇൻട്രൊഡക്ഷൻ തന്നെ വായിക്കാൻ കാരണം. അതിൻ്റെ 3-ാം ദിവസമാണിന്ന്. മറ്റ് വിശദാംശങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നേരെ ആ വിശദാംശത്തിലെ ഇതിൻ്റെ ടെക്സ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വേദങ്ങൾ തന്നെ പറയുന്നത് അമിതമായ പഠനം ബുദ്ധിയെ വ്യതിചലിപ്പിക്കും എന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ ഒരു ദിവസം വൈകുണ്ഠനാഥ സന്യാലിനോട് ചോദിച്ചു, പഞ്ചദശി പോലുള്ള കൃതികൾ വായിച്ചിട്ടുണ്ടോ? സന്യാൽ മറുപടി പറഞ്ഞു, അവ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. വൈകുണ്ഠനാഥ സന്യാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ഗൃഹസ്ഥാശ്രമ ഭക്തനാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ സമീപം എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ശ്രീ ശ്രീ രാമകൃഷ്ണ ലീലാമൃത എന്ന പേരിൽ ബംഗാളിയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുണ്യാത്മാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ദക്ഷിണേശ്വരത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കാണുക പതിവാണ്. അതിന് കാരണം അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ, ഏതാണ്ട് 30 വയസ്സായപ്പോൾ തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൽക്കട്ടയിലും മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം അദ്ദേഹം ഒരു ഗുരുവിനെ തേടി നടന്നു. ആധ്യാത്മിക പഠനത്തിന് വേണ്ടി ഒരു ഗുരുവിനെ തേടി നടന്നു. അങ്ങനെയാണ് ദക്ഷിണേശ്വരത്തെത്തുന്നതും ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതും. ശ്രീരാമകൃഷ്ണദേവൻ്റെ
പഠനത്തിൽ അല്ലെങ്കിൽ ആ വചനാമൃതത്തിൽ ഏറെ ആകൃഷ്ടനാകുകയും പിന്നീട് ഭക്തനായി മാറുകയും ചെയ്തത്. അങ്ങനെയുള്ള സന്യാലിനോടാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്, പഞ്ചദശി പോലുള്ള കൃതികൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് സന്യാൽ പറഞ്ഞത്, ഇല്ല, എനിക്കതറിയില്ല, എന്തൊക്കെയാണത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വായിച്ചിട്ടില്ലാത്തത് നന്നായി. ചില ചെറുപ്പക്കാർ അത്തരം പുസ്തകങ്ങൾ വായിച്ച് ഇവിടെ വന്ന് അനാവശ്യ തർക്കങ്ങൾ നടത്തും. അതെനിക്ക് വലിയൊരു പീഡനമാണ്. ചില പുസ്തകങ്ങൾ വായിക്കുകയും എന്നാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് സാധിക്കാതെ വരികയും അതേസമയം സ്വയം പണ്ഡിതനാണെന്ന് മിഥ്യാബോധം ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവനൊരു വിഡ്ഢിയാണ്. അതിനേക്കാൾ അപകടം മറ്റൊന്നാണ്, താനൊരു വിഡ്ഢിയാണെന്ന് അയാൾ തിരിച്ചറിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് വേദങ്ങളുടെ വിപുലമായ പഠനത്തിലൂടെ മാത്രം ഒരാൾക്ക് ഈശ്വരനെ അറിയാൻ കഴിയില്ലെന്ന് വേദങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഒരു ചെറിയ ആധ്യാത്മിക ബോധം വന്നാൽ ഒരാൾ ഉടൻ തന്നെ ഗീത, പഞ്ചദശി തുടങ്ങിയ കൃതികൾ വായിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഫലം എന്താണ്? അത് അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ നമ്മൾ വേദങ്ങൾ പഠിക്കേണ്ടതില്ലേ എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, വേദങ്ങൾ പഠിക്കണ്ട എന്നല്ല, ആദ്യം വിശ്വാസം വേണം, വിവേചനം വേണം, തുടങ്ങിയ കാര്യങ്ങൾ ശീലിച്ചെടുക്കണം. കിട്ടുന്ന ചിന്താധാരകൾ മുഴുവൻ വായിക്കുന്നതിലൂടെ ആളുകൾ എത്രത്തോളം ആശയക്കുഴപ്പത്തിലാകുമെന്ന് മനസ്സിലാക്കണം. വേദാന്തം വായിച്ച് അത് ഇങ്ങനെ അർത്ഥമാക്കുന്നുവെന്ന് ചിലർ വാദിക്കും, മറ്റുള്ളവർ വേറെ തരത്തിൽ അർത്ഥമാക്കുന്നുവെന്ന് വാദിക്കും. ഇപ്പോഴും ഈ തർക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വേദാന്തത്തിൻ്റെ സത്തയിലേക്ക് ആർക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വേദാന്തം എന്നാൽ മണലും പഞ്ചസാരയും കലർന്ന ഒരു മിശ്രിതം പോലെയാണ്. മണലിൽ നിന്ന് പഞ്ചസാര വേർതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വേദഗ്രന്ഥങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത്? അപ്പോൾ എന്താണൊരു പോംവഴി? സ്വന്തം ജീവിതത്തിൽ സത്യം വെളിപ്പെടുത്തിയവർ ഉപദേശിക്കുന്നത് പഠിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് വേദാന്ത ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വതന്ത്രമായി ശ്രമിച്ചാൽ അവയുടെ സാരാംശം ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം വാക്കുകളുടെ ബാഹുല്യത്തിൽ നാം കുടുങ്ങി ആശയക്കുഴപ്പത്തിലായി പോകും. ഈ പഠനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം കേൾക്കാം. ജയ് ശ്രീരാമകൃഷ്ണ.